അമ്മേ, മകനും മരുമകളും കൂടി ഇങ്ങനെയൊക്കെ കുരുക്കിലാക്കുമെന്ന് ആര് കണ്ടു? നമുക്കിന്ന് പാർവതിയുടെ മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് പാർവതി. യഥാർത്ഥ പേരല്ല. എനിക്ക് 47 വയസ്സുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. 4 വർഷത്തിന് മുമ്പാണ് മരിച്ചുപോയത്. 2 കുട്ടികൾ. മകളുടെ കല്യാണം ആദ്യം കഴിഞ്ഞു. അവൾ ഹൈദരാബാദിലാണ്. അവളുടെ കല്യാണം അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നടന്നു. പിന്നെ മോൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവന് അച്ഛൻ്റെ ജോലി കിട്ടി. കാര്യം സർവീസിലിരിക്കുമ്പോഴാണല്ലോ മരിച്ചത്. എൻ്റെ മകൻ പഠിക്കാൻ നല്ല ബുദ്ധിമാനായ സുന്ദരനായ ഒരാളാണ്. പക്ഷേ അധികം ആരോടും മിണ്ടുന്ന സ്വഭാവക്കാരനായിരുന്നില്ല. അച്ഛൻ്റെ ജോലി അവന് പെട്ടെന്ന് കിട്ടുകയായിരുന്നല്ലോ. അവിടെ ചെന്ന് കഴിഞ്ഞതിൽ പിന്നെ അവൻ കുറച്ചൊക്കെ ആക്റ്റീവ് ആകാൻ തുടങ്ങി. പണവും പൊസിഷനും ഒക്കെ വന്നു കഴിയുമ്പോഴേക്കും ഏതൊരു മനുഷ്യനും മാറ്റം വരുമല്ലോ. നല്ല മാറ്റങ്ങളാണ് അവന് ഉണ്ടായത്. പിന്നീട് അവൻ കൂടുതൽ ഊർജ്ജസ്വലനായി കാണപ്പെട്ടു. ഇടയ്ക്ക് ഒരു ദിവസം എന്നോട് വന്ന് പറഞ്ഞു, അമ്മേ, ഞാൻ ഒരു പെൺകുട്ടിയുമായി പ്രേമത്തിലാണെന്ന്. ഞാനത് കേട്ട് ശരിക്കും ഞെട്ടിപ്പോയി. സാധാരണ അവൻ സ്ത്രീകളെപ്പറ്റി ഒന്നും പറയുന്നതല്ല. ഒരു സ്ത്രീ സുഹൃത്ത് പോലും അവനില്ല. ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അവൻ കണ്ടെത്തിയ ഒരു പെൺകുട്ടി എന്ന് ഞാൻ ഓർത്തു. പെൺകുട്ടിയെ പരിചയപ്പെടുത്താൻ പറഞ്ഞു. അങ്ങനെ പെണ്ണെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. നല്ല സുന്ദരി ഒരു പെണ്ണ്. അവന് ചേർന്നത്. അപ്പോൾ പിന്നെ എതിര് പറയാൻ പറ്റില്ലല്ലോ. ജാതിയും മതവും ഒക്കെ ഒന്നാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവരുടെ വീട്ടിൽ പോയി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർക്കും സന്തോഷം. ഒരു കുഴപ്പവുമില്ലാതെ ഇവൻ്റെ കല്യാണം കഴിഞ്ഞ വർഷം നടന്നു. മരുമകൾ വളരെ ബ്യൂട്ടി കോൺഷ്യസ് ആയുള്ള ഒരാളാണ്. ബ്യൂട്ടീഷ്യനൊക്കെ പഠിച്ചതാണ്. PG വരെ അവൾ ബാംഗ്ലൂരിലായിരുന്നു. ഇപ്പോൾ ജോലിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും മകനത് ഇഷ്ടമല്ല, വേണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ബ്യൂട്ടീഷ്യൻ പഠിച്ചതല്ലേ. നമ്മുടെ ഒരു കട വീടിനോട് തൊട്ട് ചേർന്നുണ്ട്. പണ്ട് തൊട്ടേ അതവിടെ ഉണ്ട്. പ്രത്യേകിച്ച് ഒരു വ്യാപാരം അതിൽ നടത്തുന്നില്ല. അതൊന്ന് റിനോവേറ്റ് ചെയ്ത് നമുക്കവിടെ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങാമെന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ ആ കട റിനോവേറ്റ് ചെയ്ത് അവിടെ ബ്യൂട്ടി പാർലർ തുടങ്ങി. അവൾ മിക്കവാറും വീട്ടിലിരിക്കുകയായിരിക്കും. ആരെങ്കിലും വരുമ്പോഴേക്കും വിളിക്കും. അങ്ങനെ അവൾ പോയി അവർക്ക് ഫേഷ്യലോ അല്ലെങ്കിൽ ത്രെഡിങ്ങോ ഒക്കെ ചെയ്ത് കൊടുക്കും. ചെറിയൊരു വരുമാനമുണ്ട്. പിന്നീട് അവൾ നേരത്തെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നത് തട്ടിക്കുടഞ്ഞൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും നല്ല വ്യൂവേഴ്സായി. അങ്ങനെ അവളുടെ ചില ബ്യൂട്ടി ട്രിക്കുകളൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. അതുമാത്രമല്ല, കാണാൻ കൊള്ളാവുന്നൊരു പെൺകുട്ടിയല്ലേ. അതുകൊണ്ട് പതുക്കെ 2 മാസം കഴിഞ്ഞപ്പോഴേക്കും നല്ല വരുമാനം അതിൽ നിന്ന് കിട്ടാൻ തുടങ്ങി. അവൾ ബിസിയായി. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നല്ല ബിസിയാണ്. ഞാൻ ഓർത്തു, ഒരു വരുമാനം കിട്ടുന്നല്ലേ, അതുകൊണ്ട് അടുക്കളപ്പണികളൊക്കെ അവളോട് ഷെയർ ചെയ്യാൻ പറയാതെ ഞാനും അങ്ങ് ചെയ്തു മാഡം. 2 മാസം കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്നോട് പറഞ്ഞു, അമ്മ ഇങ്ങനെ നടന്നാൽ പോരാ. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ പറഞ്ഞത്? ഞാൻ ഇനി ഇറങ്ങി ജോലിക്ക് പോകണോ? അതല്ല ഞാൻ പറഞ്ഞത്. അമ്മ ഇങ്ങനെ പഴഞ്ഞ രീതിയിൽ നടക്കരുത്. ഒരു ബ്യൂട്ടീഷ്യൻ്റെ അമ്മായിമ്മയാണ്. അമ്മയ്ക്ക് ഞാനിനി ഫേഷ്യലും ത്രെഡിങ്ങും ഒക്കെ ചെയ്യാൻ പോകണമെന്ന്. ഓ, ഒന്ന് പോകണേ. ഭർത്താവ് മരിച്ച് നിൽക്കുന്നത് ഞാൻ ഈ ഫേഷ്യലും ചെയ്ത് ഒരുങ്ങി നടന്ന നാട്ടുകാരെന്ന് പറയും. അതിലൊന്നും ഒരു പ്രശ്നമില്ല. എൻ്റെ അമ്മായിമ്മയിലെ ഞാനൊക്കെ സഹിച്ചെന്ന് പറഞ്ഞു. അവൾ എന്നെ പിടിച്ചിരുത്തി ത്രെഡിങ്, ഹെയർ വാഷ്, ഹെയറിൽ എന്തൊക്കെ ഇട്ട് ഹെയർ സ്മൂത്താക്കി തന്നു. പിന്നെ ഡൈ അടിച്ചു, ഫേഷ്യൽ ചെയ്തു, ചുണ്ടിൽ ലിപ്സ്റ്റിക്ക് വരെ അവൾ തേച്ച് തന്നു. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും ലിപ് ബാം ഇട്ടു. പിന്നെ അവൾ തന്നെ നല്ല ഡ്രസ്സുകളൊക്കെ എനിക്ക് സെലക്ട് ചെയ്ത് തന്നു. നല്ല കളർഫുൾ ഡ്രസ്സൊക്കെ അമ്മ ഇടണമെന്ന്. ഞാൻ പറഞ്ഞു ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മേ, ഒരാൾ ജനിച്ചാൽ ഒരിക്കൽ മരിക്കും. ഭർത്താവ് മരിച്ചാലും ഭാര്യ മരിച്ചാലും മറ്റുള്ളവർ ജീവിച്ചിരിക്കുന്നുണ്ടോ എങ്കിൽ അവർ നല്ല രീതിയിൽ തന്നെ നടക്കണം. അമ്മയ്ക്കിപ്പോൾ സാമ്പത്തികമായ ഒരു പ്രശ്നവുമില്ല. അമ്മ താലിയിടണ്ട, കുങ്കുമം തൊടണ്ട, അത്രയല്ലേ ഉള്ളൂ. ബാക്കി ഒരുങ്ങി നടക്കുന്നതിൽ ആർക്കും എത്ര പ്രശ്നമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ എന്നെ അടിമുടി മാറ്റി. പക്ഷേ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്കും എന്നെ ഇഷ്ടപ്പെട്ടു. പണ്ട് കാലത്തോ ഒരുങ്ങാൻ പറ്റിയില്ല. എൻ്റെ ഒരു 25 വയസ്സിൻ്റെ സൗന്ദര്യം എനിക്ക് തിരിച്ചു കിട്ടിയ പോലെ തോന്നി. പക്ഷേ ബന്ധുക്കളൊക്കെ, പ്രത്യേകിച്ച് ഭർത്താവിൻ്റെ ബന്ധുക്കൾ മുറുമുറുക്കാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ മരുമകളെ പോലെയാണെന്നും മരുമകൾ അമ്മായിയമ്മയെ വഴിതെറ്റിക്കുന്നും ഒക്കെ പറഞ്ഞ് എൻ്റെ ബന്ധുക്കൾ വിളിച്ച് എന്നോട് ചോദിച്ചു, ഇങ്ങനെയൊക്കെ ഒരുങ്ങി നടക്കാവുമെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ 2 മക്കൾക്കും ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് നിങ്ങൾ അതിനിടയ്ക്ക് ഇടങ്കോലിടാൻ വരണ്ടാന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ നിന്നു. എന്നാൽ എനിക്ക് പേടിയുണ്ടായിരുന്നു. ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങളല്ലേ. ഞാൻ പിന്നെ അധികം ആരോട് സഹകരിക്കുകയും പുറത്തിറങ്ങുകയും ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ശല്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും മരുമകൾ ഇങ്ങനെ എന്നെ റൊട്ടേഷനാക്കി അങ്ങ് കഴിഞ്ഞപ്പോഴേക്കും എനിക്കും ചെറിയ സന്തോഷം തോന്നിയെങ്കിലും അങ്കലാപ്പം തോന്നി. നാട്ടുകാരെന്ത് പറയും? മകനൊരു പ്രശ്നവുമില്ല. ഭാര്യ എന്ത് ചെയ്താലും അവൻ അംഗീകരിക്കും. അമ്മയ്ക്കിത് സൂപ്പറായിട്ടുണ്ടെന്ന് അവൻ എന്നോട് പറയുകയും ചെയ്തു. പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ കൂടെ അങ്ങ് നിന്നു. അത് കഴിഞ്ഞപ്പോൾ അവനോട് പറഞ്ഞു, അമ്മ വീട്ടിലിരിക്കണ്ട, എൻ്റെ കൂടെ വന്ന് എന്നെ ഒന്ന് സഹായിക്കാൻ. എൻ്റെ പൊന്നുമോളെ, എനിക്കൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞ പോലെ അമ്മ അങ്ങ് ചെയ്താൽ മതി. അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പഠിപ്പിക്കാം എന്ന് പറഞ്ഞു. ഞാനും കഞ്ഞിയും കറിയൊക്കെ വെച്ചിട്ട് വെറുതെ ഇരിക്കല്ലേ, തൊട്ടടുത്ത മുറിയല്ലേ, അങ്ങോട്ട് പോയാൽ എന്താ കുഴപ്പം?
കുഴപ്പം? ഞാനും അവിടെ കൂടെ സഹായത്തിന് പോകാൻ തുടങ്ങി. അവിടെ ചെന്ന് കഴിഞ്ഞ് ധാരാളം ആളുകൾ വന്നപ്പോൾ എനിക്കും അവരോടൊക്കെ സംസാരിക്കേണ്ടി വന്നു. അവളുടെ അസിസ്റ്റൻ്റായിരുന്നു ഞാൻ. എന്നെ അവൾ വളരെ പ്രൗഡായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. നോക്ക്, എൻ്റെ അമ്മായിമ്മ എത്ര സുന്ദരിയാണെന്ന്. സത്യം പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് പോലും എന്നെ അംഗീകരിച്ചിട്ടില്ല, എൻ്റെ മക്കളും അങ്ങനെ പറഞ്ഞിട്ടില്ല. അവളോടാണ് എനിക്ക് കൂടുതൽ സ്നേഹം തോന്നിയത്. പക്ഷേ അവിടെ ചെന്ന് അവളുടെ കൂടെ നിൽക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും പല മനുഷ്യരും വന്നല്ലോ. അവരുടെയൊക്കെ കഥകൾ ഈ ഫേഷ്യലൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കേൾക്കാം. ഭർത്താവ് മരിച്ച ധാരാളം പെണ്ണുങ്ങൾ വന്ന് അണിഞ്ഞൊരുങ്ങി നടക്കുന്നുണ്ട്. എനിക്കതൊക്കെ വലിയ അത്ഭുതമായിരുന്നു. മരുമകൾ സ്നേഹം ഭാവിച്ച് അവരോട് കഥകൾ ചോദിക്കും. അവർ വീട്ടിലെ കാര്യങ്ങളും നാട്ടിലെ കാര്യങ്ങളും ദാമ്പത്യ പ്രശ്നങ്ങളും ഒക്കെ അങ്ങ് പറയും. അതിനിടയ്ക്കാണ് എനിക്ക് മനസ്സിലായത്, കല്യാണം കഴിച്ചതാണെങ്കിലും അല്ലെങ്കിലും ഭർത്താവില്ലെങ്കിലും ഒക്കെ പല പെണ്ണുങ്ങൾക്കും മറ്റു പല ബന്ധങ്ങളുമുണ്ട്. ചിലപ്പോഴൊക്കെ അവരുടെ കാമുകന്മാർ, അതും കല്യാണം കഴിച്ച് മുതിർന്ന സ്ത്രീകളുടെ കാമുകന്മാർ വരെ ബ്യൂട്ടി പാർലർ സൈഡിൽ അവരെ കാണാൻ വരും. ചിലരൊക്കെ വന്ന് ബ്യൂട്ടീഷ്യൻ ചെയ്ത് നെയിലും ത്രെഡിങ്ങും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ കയറിപ്പോകുന്നത് ആരുടെയോ കാറിലാണ്. എന്ന് വെച്ചാൽ ഓൺലൈൻ കാമുകന്മാരുടെ കൂടെ. ഇതൊക്കെ മരുമകൾക്ക് മനസ്സിലായി. എന്നോട് അവളെല്ലാം വിശദമായിട്ട് പറഞ്ഞു തന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ കഥകളൊക്കെ പറയും. എനിക്കിതൊക്കെ പറയുമ്പോൾ വല്ലാത്ത പേടിയാണ്. മരുമകൾ എന്നോട് പറഞ്ഞു, അമ്മേ, ജീവിതം എന്ന് പറഞ്ഞത് ആസ്വദിക്കാനുള്ളതാണ്. ഭർത്താവ് മരിച്ചുപോയെന്ന് വച്ചിട്ട് ഒരു സ്ത്രീയുടെ ജീവിതം അവസാനിക്കുന്നില്ല. അതേപോലെ തന്നെ ഭാര്യ മരിച്ചുപോയാൽ പുരുഷന്മാരുടെ ജീവിതം അവസാനിപ്പിക്കുമോ? ഇല്ല, അതൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. അതിനെന്താ? ഒരു സ്ത്രീ ഭർത്താവ് മരിച്ചുപോയി, അവർക്ക് മോഹങ്ങളുണ്ട്. ആ മോഹം തീർക്കാൻ അടുത്ത കല്യാണം കഴിച്ചേ പറ്റൂ. അങ്ങനെയുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അവർക്ക് വേണമെങ്കിൽ ഇടക്കാല ആശ്വാസം കണ്ടെത്താം. അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടം തോന്നുമ്പോൾ ഒരാളുടെ കൂടെ പോയി കറങ്ങിട്ട് തിരിച്ചു വരാം. അതൊക്കെ മനുഷ്യൻ്റെ ആവശ്യമല്ലേ? മറ്റുള്ളവർക്ക് അനാവശ്യമാണെങ്കിലും അവനവൻ്റെ കാര്യം ആവശ്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാൻ തോന്നും. ഇതൊക്കെ നമ്മൾ വേറൊരു കണ്ണിൽ കൂടി കാണുന്നതുകൊണ്ടാണ് പ്രശ്നമെന്ന് അവൾ പറഞ്ഞു. എങ്കിലും അവളുടെ അത്രയും മോഡേൺ ചിന്താഗതിയൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, അമ്മ ഇങ്ങനെ എന്ത് കഥ കേട്ടെന്ന് പറഞ്ഞാലും ഭയക്കുകയും പിന്നെ സദാചാരം പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇനിയത്തെ കാലത്ത് ജീവിക്കുക ബുദ്ധിമുട്ടാകും. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, അമ്മയുടെ ഹസ്ബൻഡും അമ്മയും തമ്മിൽ എങ്ങനെയായിരുന്നു? നീ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ തമ്മിലുള്ള അടുപ്പം എങ്ങനെയായിരുന്നു? ഭയങ്കര സ്നേഹമായിരുന്നു? അങ്ങനൊന്നുമില്ല. പുള്ളിക്ക് ഒരു പ്രത്യേക സ്വഭാവമായിരുന്നു. ആവശ്യമുള്ളപ്പോൾ വരും, എന്നിട്ട് പോകും. അമ്മ എന്തെങ്കിലും പുള്ളിയോട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഞാനങ്ങനൊന്നും പറഞ്ഞില്ല. പുള്ളി ആവശ്യമായി വരുമ്പോൾ ഞാനത് സമ്മതിക്കും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ ജീവിതം വെച്ചിട്ടാണ് അമ്മ എല്ലാവരെയും കാണുന്നത്. അങ്ങനെയല്ല, ധൈര്യമുള്ള പെണ്ണുങ്ങൾ ധൈര്യത്തോടുകൂടി പല കാര്യങ്ങളും ചെയ്യും. ഇപ്പം എൻ്റെ ഭർത്താവ് ഞാൻ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. അങ്ങനെ എന്നോട് സ്നേഹമായിട്ടിരിക്കുകയാണ്. എൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയാണ്. അങ്ങയുടെ ആവശ്യം ഞാനും അംഗീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി സൂപ്പറായിട്ട് പോകും. ഇനിയിപ്പോൾ ഭർത്താവിനോട് നല്ല സ്നേഹമുണ്ട്, ഭർത്താവിനും ആത്മാർത്ഥതയുണ്ട്. അങ്ങനെയാണെങ്കിൽ 2, 3, 4 വർഷം ഭർത്താവ് ദൂരെയാണെങ്കിലും ഒരു സ്ത്രീക്ക് ഒരിക്കലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തോന്നില്ല. അതല്ല, ഭർത്താവിന് സ്നേഹമില്ല, ഒന്നുമില്ല, എവിടെ നിന്നും ഒന്നും കിട്ടാതെ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു പോയി കഴിഞ്ഞാൽ ആരെ കാത്തിരിക്കുകയാണമ്മേ? മനുഷ്യൻ്റെ ശരീരവും മനസ്സും മോഹവും ദാഹവും ഒക്കെ ഇല്ലേ? അതൊക്കെ എങ്ങനെയെങ്കിലും നടക്കണ്ടേ? പണ്ടത്തെ കാലത്ത് ഒരു സ്ത്രീക്ക് പുറത്തിറങ്ങുന്ന ആരെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളായിരുന്നു. ഇപ്പോൾ പുറത്ത് നോക്കേണ്ട കാര്യമില്ല. സ്വന്തം മൊബൈൽ എടുത്തങ്ങ് നോക്കിയാൽ മതി. സ്ത്രീക്ക് മാത്രമല്ല പുരുഷനും ഇഷ്ടംപോലെ മാച്ചായിട്ടുള്ള ആൾക്കാരെ കിട്ടും. അപ്പോൾ അവരത് ഉപയോഗിക്കുന്നു. അതിനെന്താ കുഴപ്പം? എല്ലാവർക്കും അവനവൻ്റെ ജീവിതം സന്തോഷത്തിൽ ജീവിക്കണം എന്നല്ലേ ആഗ്രഹം. അപ്പോൾ സദാചാരം നോക്കരുതമ്മേ, അത് ശരിയാകില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞെടി, നീ എന്നെ ഇങ്ങനെ ഒരുക്കിയൊക്കെ നടത്തുന്ന കണ്ടുകൊണ്ട് പല ബന്ധുക്കളും പറയുകയാണ് ഞാൻ ശരിയല്ല, എനിക്ക് 2ാം കല്യാണം വേണം, എനിക്ക് ആരുമായിട്ട് ബന്ധമുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരുങ്ങി നടക്കുന്നതെന്ന്. അതൊക്കെ പലരും പലതും പറയും. നന്നായി നടക്കുന്ന സ്ത്രീകളെ പലർക്കും ഇഷ്ടമല്ല. അമ്മ ഇത് മൈൻഡ് ചെയ്യണ്ട. പിന്നെ അമ്മയ്ക്ക് കല്യാണം കഴിക്കണമെങ്കിൽ ഞങ്ങളുടെ അനുവാദമൊന്നും വേണ്ടല്ലോ. അമ്മയ്ക്ക് വേണമെങ്കിൽ വേറെ കല്യാണം കഴിച്ചു, ഞാൻ വേണമെങ്കിൽ അമ്മയുടെ മോനോട് പറയാമെന്ന്. ഒന്ന് പോടി, എനിക്ക് കല്യാണം കഴിക്കാനൊന്നും ആഗ്രഹമില്ല. അമ്മയ്ക്കൊപ്പം ദേ ഇവിടെ വന്ന് പോയ ഒരു ചേച്ചിയില്ലേ സാറ, ആ ചേച്ചിയെ പോലെ കാറിൽ കറങ്ങി നടക്കാൻ ആഗ്രഹമുണ്ടോ? ഒന്ന് പോടി, എനിക്ക് കാറിലും ചേറിലും ഒന്നും കറങ്ങി നടക്കാൻ ആഗ്രഹമില്ല. ചെറുപ്പക്കാരി പിള്ളേർ, നല്ല കോളേജ് പിള്ളേരുടെ കൂടെ നല്ല പോലെ ഊട്ടിയിലും കൊടൈക്കനാലിലും ഒക്കെ പോയി വരാൻ ആഗ്രഹമുണ്ടോ? നല്ല കാലത്ത് ഊട്ടിയും കൊടൈക്കനാലും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അമ്മയുടെ ഭർത്താവ് ഇത്രയും പണമുള്ള ഒരാളായിട്ടും ഊട്ടിയും കൊടൈക്കനാലൊന്നും അമ്മ കണ്ടിട്ടില്ലേ? ഓ, എനിക്ക് തണുത്ത സ്ഥലത്ത് പോകുന്ന ഇഷ്ടമല്ലടി, ശ്വാസം മുട്ടില്ല. ചുമ്മാതല്ല, എനിക്ക് തോന്നുന്നു അമ്മ ഒരു പ്രത്യേക ടൈപ്പായിരുന്നെന്ന്. അതുകൊണ്ടാണ് ഭർത്താവ് അധികം ശ്രദ്ധിക്കാതിരുന്നത്. എനിക്കിത്തരം കാര്യങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല. അമ്മേ, താല്പര്യം തോന്നുന്ന സമയത്ത് താല്പര്യം തോന്നണം. കിണർ വറ്റിക്കഴിഞ്ഞാൽ അതിനകത്തൊന്നും വെള്ളം കോരാൻ പറ്റില്ല. വെള്ളം ഉള്ളപ്പോഴേ കിണറിന് പ്രാധാന്യമുള്ളൂ. വെള്ളം വറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കിണർ പൊട്ടക്കിണറാണെന്ന് അമ്മയ്ക്ക് അറിയില്ലെന്ന് ചോദിച്ചു.
നീ വേറെ ഏതോ അർത്ഥത്തിലാണല്ലോ മോളെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അമ്മേ, കുറച്ചു കാലം കൂടെ മാത്രമേ കിണർ പറ്റാതെ കിടക്കുകയുള്ളൂ. നീ എന്താടി ഉദ്ദേശിച്ചത്? അമ്മേ, അമ്മയ്ക്ക് വേണമെങ്കിൽ കല്യാണം കഴിക്കാം. അമ്മയുടെ സ്വഭാവം അനുസരിച്ച് അമ്മ കല്യാണം കഴിക്കാൻ തോന്നില്ല. അമ്മയ്ക്ക് പറ്റിയ ഒരാളെ കണ്ടെത്തൂ അമ്മേ, എന്നിട്ട് രഹസ്യമായിട്ട് ആ ബന്ധം അങ്ങ് തുടങ്ങൂ. ഞാൻ ചോദിച്ചു, നിനക്കെന്താ? എന്നെ നീ വഴിതെറ്റിക്കാൻ ശ്രമിക്കുകയാണോ? വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നല്ല. സ്വാഭാവികമായിട്ട് അമ്മയ്ക്ക് ആരുടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അമ്മ അത് തുടർന്നോളൂ, ഒരു പ്രശ്നവുമില്ല. അതിന് ഞാൻ ആണുങ്ങളോടൊന്നും അങ്ങനെ മിണ്ടാറില്ലല്ലോ. മിണ്ടി നോക്കമ്മേ. സഹകരിച്ചല്ലേ നമുക്ക് മനുഷ്യരോട് ഒരു ഇഷ്ടം തോന്നിക്കുള്ളൂ. അമ്മയ്ക്ക് സ്വന്തം ഭർത്താവല്ലാതെ ഏതെങ്കിലും പുരുഷനെ ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? അങ്ങനൊന്നുമില്ല. എന്നാലും ഈ ചുറ്റോട്ടത്ത് കുറേ വീടുകളിലെ നല്ല കുറേ ചേട്ടന്മാരൊക്കെ ഉണ്ടല്ലോ, അമ്മയേക്കാൾ 2ഉം 3ഉം ഒക്കെ വയസ്സ് പ്രായം കൂടുതലുള്ള ആൾക്കാരൊക്കെ. അവരിൽ ആരോടെങ്കിലും അമ്മയ്ക്ക് ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? അമ്മ ഒന്ന് പറ. അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടം തോന്നുന്ന രൂപത്തിൽ ആരെങ്കിലും ഇവിടെ അടുത്തുണ്ടോ? എനിക്കറിയില്ല. ഞാൻ മറ്റുള്ള പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാരെ ശ്രദ്ധിക്കാറില്ല. അപ്പം അമ്മ കൊച്ചു ചെറുക്കന്മാരെയാണ് ശ്രദ്ധിക്കുന്നത്. അതല്ലടി, ഞാനങ്ങനെ ആരെയും ശ്രദ്ധിച്ചിട്ടില്ല. ശരിക്കും അമ്മയ്ക്ക് സ്വന്തം ഭർത്താവിനോട് നല്ല താല്പര്യവും ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ശരിക്കും അമ്മ എങ്ങനെയാണ് ഇങ്ങനെ മന്ദബുദ്ധിയായി പോയത്? അമ്മ യഥാർത്ഥ ജീവിതം ഒരിക്കലും ആസ്വദിച്ചിട്ടില്ല. 2 കുട്ടികൾ ഉണ്ടായി എന്നുള്ളതല്ലാതെ അമ്മയ്ക്ക് ദാമ്പത്യ ജീവിതം കൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടായതായി എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയല്ല അമ്മ ജീവിക്കേണ്ടതെന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനടി, ഞാനിങ്ങനെ ആയിപ്പോയില്ലേ എന്ന് പറഞ്ഞപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മയ്ക്കറിയാത്തൊരു കാര്യമുണ്ട്. അമ്മ വളരെ സുന്ദരിയായിരുന്നല്ലോ. അമ്മയുടെ മോൻ്റെ കൂട്ടുകാരൊക്കെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നല്ലേ? ഒത്തിരി കൂട്ടുകാരുന്നു അവനില്ലടി. ഒരു 5-6 പേരുണ്ടായിരുന്നു കേട്ടോ. അവരിടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമായിരുന്നു. അമ്മയ്ക്കറിയാമോ, അമ്മയെ കാണാൻ വേണ്ടിയിട്ടാണ് +2നും ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോഴേക്കും പുള്ളിയുടെ കൂട്ടുകാർ കൂടെ വന്നിരുന്നത്. ഒന്ന് പോടി പെണ്ണേ. അമ്മയില്ലേ, അവർക്കൊക്കെ ഭയങ്കര കാര്യമായിരുന്നു. അമ്മ ഭയങ്കര സുന്ദരി ആയതുകൊണ്ട് അമ്മയുടെ കയ്യിൽ നിന്ന് ആഹാരം വാങ്ങിച്ച് കഴിക്കാനും അമ്മയെ അടിമുടിയൊന്ന് കാണാനുമാണ് അവർ വന്നുകൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ മറ്റ് ചില സിമ്പലായി അമ്മയുണ്ടായിരുന്നു. നീ എന്തൊക്കെയാണ് പറഞ്ഞത്? എൻ്റെ മക്കളെപ്പോലുള്ള പിള്ളേരല്ലേ? മക്കൾ തന്നെയല്ലേ? മക്കളാണെങ്കിലും അവരാണെങ്കിൽ അമ്മയെപ്പറ്റി ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു. അമ്മയുടെ മോൻ എന്നോട് രഹസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചോദിക്കരുത് കേട്ടോ. അമ്മയ്ക്കറിയാമോ, അതിൽ ഹോസ്റ്റലിൽ താമസിക്കുന്ന ചെക്കനില്ലേ, കണ്ണൂരിൽ നിന്നുള്ള അവൻ വന്നിട്ട് അമ്മയുടെ ചില സാധനങ്ങൾ അവൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോയായിരുന്നു. അവൻ എൻ്റെ തുണി അടിച്ചു മാറ്റിക്കൊണ്ട് പോയെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവളിങ്ങനെ ആംഗ്യം കാണിച്ചു. മുകളിലത്തേതും താഴത്തേത് വന്ന്. ശരിയടി, 3-4 കാണാതെ പോയിട്ടുണ്ട്. ഞാൻ ഓർത്തു ഇതാരാ കൊണ്ടുപോയെന്ന്. ഇനിയിപ്പോൾ എവിടെയെങ്കിലും എടുത്ത് കളഞ്ഞതാണോ ഒന്നും അറിയില്ല. ഹസ്ബൻഡ് ഉള്ളപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞതാണ്. പുള്ളി ഇത് കാര്യമാക്കിയില്ല. അയ്യോ, ആ ചെക്കനാണ് കൊണ്ടുപോയത്. ഇത് നിന്നോട് ആര് പറഞ്ഞു? അവനും നീ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പാണോ? അവനെ കണ്ടിട്ടില്ല കുറേ വർഷങ്ങളായിട്ടും. എൻ്റെ പൊന്നമ്മേ, അതൊന്നുമല്ല. അമ്മയുടെ മോൻ തന്നെയാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ അവൻ അറിഞ്ഞുകൊണ്ടാണോ? പിന്നെ അമ്മയുടെ മോനല്ലേ സ്വന്തം കൂട്ടുകാരന് അതെടുത്ത് കൊടുത്തത് അവൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട്. ദൈവമേ, ഇവനൊരു പെണ്ണിനോട് മിണ്ടുന്നതോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉള്ളിലുണ്ടെന്ന് എനിക്കറിയത്തേ ഇല്ലായിരുന്നു. നീ എന്താണ് ഈ പറഞ്ഞത്? ഉള്ളതാണോ? ഇത് ഉള്ള കഥയാണോ അതോ നീ ഉണ്ടാക്കി പറയുന്ന കഥയാണോ? പിന്നെ ഉണ്ടാക്കി ഞാൻ കഥ പറയുകയാണ് അമ്മ. ഇതൊക്കെ നടന്ന കാര്യമാണ്. നമ്മളിപ്പം ഒരാൾ പാവമായിരിക്കുന്ന കണ്ടിട്ട് അവരുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അനലൈസ് ചെയ്യരുത്. പുറമേ എനിക്ക് ഒന്നും അറിയില്ലേ എന്ന് പറയുന്ന ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവർ അകമേ വലിയ പ്രശ്നക്കാരായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം നീ എന്നെ ഉദ്ദേശിച്ചില്ലേ പറഞ്ഞത്? അമ്മ പറഞ്ഞ കഥകളൊക്കെ സത്യമാണ്. അമ്മയ്ക്ക് വലിയ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞ് അവളെ നീ കളിയാക്കി ചിരിച്ചു. ഒന്ന് പോടി. യഥാർത്ഥ രഹസ്യങ്ങൾ നിന്നോട് പറഞ്ഞ് ഞാൻ മണ്ടിയായി. അത് കൊള്ളാം. ഞാൻ എൻ്റെ ഭർത്താവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വള്ളിപുള്ളി വിടാതെ അമ്മയോട് പറഞ്ഞു. ഇതിനി മോൻ്റെ ചെവിലൊന്നും എത്തിക്കരുതേ. എന്നാലും അവൻ പമ്മി ഇരുന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല. പമ്മി ഇരിക്കുന്നു. എന്നോട് എന്തൊക്കെയാണ് പറഞ്ഞത്, എന്തൊക്കെയാണെന്ന് അമ്മയ്ക്ക് അറിയില്ലല്ലോ. അതൊന്നും ആർക്കും അറിയില്ലമ്മേ. അവനവൻ്റെ രഹസ്യമായ കാര്യങ്ങൾ അവനവനെ അറിയിക്കുള്ളൂ. എന്നാലും അവൻ്റെ കൂട്ടുകാരനോട് അങ്ങനെ ചെയ്യരുത് അമ്മയാണ് എന്ന് പറഞ്ഞതിന് പകരം എന്തിനാടി എൻ്റെ ഇതൊക്കെ എടുത്തവൻ കൊടുത്തു വിട്ടത്? അതാമേ, ഒരു ചെറുപ്പകാലത്ത് ഫ്രണ്ട്സ് പറഞ്ഞത് അതേപോലെ അനുസരിക്കും. അവരൊക്കെ കൂടിയിരിക്കുമ്പോൾ ചർച്ച ചെയ്യുമ്പോൾ അമ്മയും അച്ഛനും ഒക്കെ അവരുടെ കഥകളിൽ വരും. അതൊന്നും ഒരു പ്രശ്നമല്ല. ദൈവമേ, ഞാനൊന്നും ഒരിക്കലും ഇങ്ങനെയല്ല. അമ്മയുടെ കാലം ഏത്, ഇപ്പോഴത്തെ കാലം ഏത്? എന്നാലും എൻ്റെ മോന് എങ്ങനെയാണ് ഇങ്ങനെ ആയത്? എന്നെപ്പോലെ പാവമാവനെന്നാണ് ഞാൻ കരുതിയത്. അവൻ ഇങ്ങനെയൊക്കെ കാണിക്കുമോ? അമ്മേ, ഈ രഹസ്യം പറഞ്ഞ് അമ്മ ഒരിക്കലും മോനോടൊന്നും ചോദിക്കരുത്. അവസാനം നമ്മളെല്ലാവരും കൂടെ തെറ്റിപ്പിരിയും. ഒന്ന് പൊടി, ഞാൻ ഒന്നും ചോദിക്കില്ല. അങ്ങ് അത്ഭുതം, അത്രയേ ഉള്ളൂ. അമ്മേ,
പുറമേ കാണുന്ന സ്വഭാവം വെച്ച് നമ്മൾ ഒരാളെ വിലയിരുത്തരുത്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ അത്ര നല്ലവളൊന്നുമല്ല. ഭർത്താവ് നന്നായി നിന്നാൽ ഞാൻ നിൽക്കും, ഇല്ലെങ്കിൽ ഞാൻ മറുകണ്ഠം ചാടും അമ്മേ എന്ന് പറഞ്ഞു. എന്തായാലും മരുമകൾ വ്യത്യസ്ത സ്വഭാവക്കാരിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇവർ തമ്മിൽ എന്തൊക്കെയോ കരാറുകളൊക്കെ പറഞ്ഞിട്ടായിരിക്കും വിവാഹം നടത്തിയത്. രണ്ടുപേരും ഇത്രയും തുറന്ന് സംസാരിക്കണമെങ്കിൽ എന്തായിരിക്കും? എൻ്റെ ഭർത്താവൊന്നും ഒരിക്കലും എന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല, ഞാനും സംസാരിച്ചിട്ടില്ല. ഉള്ളിലെ രഹസ്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടും നല്ല ഭാര്യയും ഭർത്താവുമായിട്ടിരിക്കാൻ പറ്റുമോ? ഇതാണോ ദൈവമേ 2K കിഡ്സ് എന്ന് ഞാൻ ഓർത്തു. പക്ഷേ അന്ന് രാത്രി കിടന്നപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു എൻ്റെ മകൻ്റെ ഒരു ചിത്രം. അവനെക്കുറിച്ച് ഞാൻ ഒരിക്കൽ പോലും ഇങ്ങനെയൊന്നും കരുതിയിട്ടില്ല. പക്ഷേ സ്വന്തം കൂട്ടുകാരന് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എടുത്തു കൊടുത്ത് കൊണ്ടുപോയിക്കോ, നീ എൻജോയ് ചെയ്തോ എന്ന് പറയാൻ മാത്രമുള്ള ഒരു മനസ്സ് അവനുണ്ടായിരുന്നു. ഞാൻ ഓർത്തത് പെണ്ണുങ്ങളെ ഇഷ്ടമല്ല, ഇത്തരം കാര്യങ്ങളും ഇഷ്ടമല്ല, ഒന്നും അറിയാത്ത പഠിപ്പിസ്റ്റായ ഒരു കുട്ടി. ദൈവമേ, അടിയൊഴുക്കെന്ന് പറയുമ്പോഴേക്കും ഒത്തിരി കൂടുതലാണ്. ശരിക്കും ഞാനൊരു മണ്ടിയാണ്. ഭർത്താവ് പറഞ്ഞതും കേട്ട് അങ്ങേരുടെ എന്തൊക്കെയോ കാര്യങ്ങൾ അനുഭവിച്ച് ഞാൻ ജീവിച്ചു. യഥാർത്ഥത്തിൽ ഞാനൊന്നും അനുഭവിച്ചിട്ടില്ലേ? ഇതിന് മറുവശം വലിയൊരു കടൽ, അതും മറുകര എത്താത്ത ഒരു കടൽ കാണുമോ? ഒന്നും അറിയില്ല. മരുമകൾ പിന്നെയും ഇത്തരം വിഷയം സംസാരിച്ചപ്പോൾ പിന്നെയും ആ ചോദ്യം ചോദിച്ചു. അമ്മ ഒരിക്കൽ പോലും ഇവിടെ അടുത്തെങ്ങുള്ള അല്ലെങ്കിൽ അമ്മയുടെ സങ്കല്പത്തിൽപ്പെട്ട ഒരു പുരുഷനെ കണ്ടിട്ടില്ലേ എന്ന്. ഞാൻ പറഞ്ഞു, എടി സത്യം പറഞ്ഞാൽ നമ്മുടെ ജ്യോതിയുടെ ഭർത്താവില്ലേ? ഏത് ജ്യോതി? ആ കാണുന്നേ, അങ്ങേരെ ടൗണിലൊരു ബിസിനസ് നടത്തുകയല്ലേ? ആ ചേച്ചിയുടെ ഒരു ജ്യോതിലക്ഷ്മി എന്നല്ലേ? അവളെ ഞങ്ങൾ ജ്യോതി എന്നാണ് വിളിക്കുന്നത്. അവിടെ ഭർത്താവും എൻ്റെ ഭർത്താവും സെയിം പ്രായമല്ല. എൻ്റെ ഭർത്താവിനേക്കാൾ ഒരു 7 വയസ്സിന് കുറവാണ്. എന്നാലില്ലേ, അങ്ങേരെ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് നല്ലൊരു ഇംപ്രഷൻ. കറക്റ്റ് അമ്മേ. ചില പുരുഷന്മാർക്ക് 45 വയസ്സ് കഴിയുമ്പോഴേക്കും നല്ലൊരു സൗന്ദര്യം വരില്ലേ? പുരുഷന്മാരുടെ പൗരുഷ്യമില്ലേ? 45 വയസ്സിലാണ് പൂവിടുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കറക്റ്റായിട്ട് അങ്ങനെ കണ്ടാൽ ചെറുപ്പക്കാരികൾക്കും ഒരു ഇളക്കം തോന്നും. പുള്ളി ചെറിയൊരു കോഴിയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതെന്താടി നീ അങ്ങനെ പറഞ്ഞത്? അവന് നല്ല പേരാണല്ലോ. അതിപ്പോൾ അമ്മയുടെ മോൻ്റെ പേര് പോലെയുള്ളൂ. അമ്മ ഇങ്ങനെ വല്ലതും വിചാരിച്ചാണോ? നല്ല പഠിപ്പിച്ചിട്ട് ആരോടും മിണ്ടാത്ത പാവം കുട്ടി എന്നായിരുന്നല്ലോ. അത് ശരിയാടി. അത് നിനക്കെങ്ങനെ അറിയാം അവന് പേരുദോഷം ഉണ്ടെന്ന്? പേരുദോഷം ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ ഫേസ്ബുക്കിൽ അങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നന്ദൻ നിനക്ക് എന്തിനാണ് മെസ്സേജ് അയക്കുന്നത്? നീ വന്നിട്ട് കുറച്ച് മാസങ്ങളല്ലേ ആയിട്ടുള്ളൂ. മാസങ്ങളൊന്നും ആവേണ്ട കാര്യമില്ല. ബ്യൂട്ടി പാർലർ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഉദ്ഘാടനത്തിന് അവരെയൊക്കെ വിളിച്ചില്ലേ? അന്ന് വന്നപ്പം എൻ്റെ നമ്പർ വാങ്ങിച്ചിരുന്നു. വാട്സാപ്പിൽ മിക്കവാറും ഹായ് അയക്കും, പിന്നെ പല വീഡിയോസ് ഫോർവേഡ് ചെയ്യും. എങ്ങനത്തെ വീഡിയോസ്? നല്ല വീഡിയോസാണോ? നല്ല വീഡിയോസൊക്കെ തന്നെ. പക്ഷേ ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്യുമ്പോഴേക്കും മോളെ നീ എന്ത് ചെയ്യുക? നീ എനിക്കൂടെ ബ്യൂട്ടീഷ്യൻ ചെയ്ത് തരുമോ? ഫേഷ്യൽ ചെയ്ത് തരുമോ? ഏത് ഫേഷ്യൽ കിറ്റാ നല്ലത്? ഇന്നിട്ട് ഡ്രസ്സ് കൊള്ളാമായിരുന്നു. അമ്മായിമ്മയെ ആകെ മാറ്റിയെടുത്തല്ലോ. നിൻ്റെ അമ്മായിമ്മ സൂപ്പറാണ്, നീയും സൂപ്പറാണ്, നിൻ്റെ ഭർത്താവിൻ്റെ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് ആൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവൻ എൻ്റെ കാര്യം ചോദിച്ചു, പിന്നെ അമ്മയുടെ കാര്യം ചോദിച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്. 2-3 വട്ടം ചോദിച്ചു. അമ്മ കാണ് എന്ന് പറഞ്ഞ് എന്നെ മെസ്സേജ് കാണിച്ചു. കറക്റ്റാണ്. അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൊരു വെപ്രാളം. ഇത്രയും കാലം ഞാൻ ജീവിച്ചിട്ടും എന്നെ ആരും ശ്രദ്ധിക്കത്തില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പലരും എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ യൗവനം കുരങ്ങിൻ്റെ കയ്യിൽ കിട്ടിയ പൂമാല പോലെ പോവുകയായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇവനെന്നോട് താല്പര്യമുണ്ടോ? സത്യം പറഞ്ഞാൽ അങ്ങനെ പല സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ മനസ്സിലുള്ള ഒരാണത്തത്തിൻ്റെ പ്രതീകം പോലെ മിന്നായമായി എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്. പക്ഷേ കൂടുതൽ ചിന്തിക്കാൻ എനിക്ക് പേടിയായിരുന്നു. ഞാൻ ഒരു പതിവ്രതയല്ലേ? എന്നെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും വിചാരിച്ചാലോ? വിധവയായ കുലസ്ത്രീകൾ വാഴത്തോപ്പിലെ കുലകൾ പോലും കാണാൻ പാടില്ല എന്നുള്ള ചിന്താഗതിക്കാരിയായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ മരുമകളാണ് ശരിയെന്ന്. പക്ഷേ വൈകിപ്പോയ കാര്യമാണ്. ഇനിയിപ്പോൾ ധൈര്യവുമില്ല. എൻ്റെ മുഖഭാവം കണ്ട മരുമകൾ പറഞ്ഞു, അമ്മ ഓക്കെ ആണെങ്കിൽ ഈ ഒരു വഴി തുറന്നു കിടക്കുകയാണ്. എന്ത് വഴി? നന്ദൻ എന്ന് പറയുന്ന അങ്ങേരെ സൂപ്പറാമേ, ഒരു പ്രശ്നവുമില്ല. ഏത് സമയത്തും അമ്മയ്ക്ക് വേണ്ടി മലർക്ക തുറക്കുന്ന ഒരു വാതിൽ അവിടെയുണ്ട്. അമ്മയ്ക്ക് വേണമെങ്കിലും മലർക്ക വാതിലങ്ങ് തുറക്കാം. 2 പേർക്കും ഇഷ്ടമാണെങ്കിൽ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോകും. എനിക്ക് പേടിയാ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുതേ. അതുമാത്രമല്ല ജ്യോതിയെ ഞാൻ വഞ്ചിക്കുന്ന പോലെ ആകില്ലേ? ജ്യോതിയെ വഞ്ചിച്ചു. അവളതേ അതിനപ്പുറത്തെ
അപ്പുറത്തെ വീട്ടിലെ 25-കാരൻ ചെക്കൻ്റെ കൂടെയാണ് നടക്കുന്നത്. ഏതാ? ഗോപുവിൻ്റെ കൂടെയോ? അവർ തമ്മിൽ ഭയങ്കര ഡിങ്കോലാഫി അമ്മേ. എടീ, ഇത്രയും വർഷം ഞാനിവിടെ ജീവിച്ചിട്ടും ഞാൻ അതൊന്നും അറിഞ്ഞില്ലല്ലോ. അപ്പോൾ അവളിനെ കളിയായിക്കൊണ്ട് പറഞ്ഞു, അമ്മ ഇവിടെ 25 കൊല്ലം ജീവിച്ചതും ഞാനിവിടെ 25 ദിവസം ജീവിച്ചതും ഒരുപോലെയാണ്. ഈ കാര്യങ്ങളെല്ലാം എനിക്ക് പിടികിട്ടിയമ്മേ. ഈ നന്ദൻ്റെ കാര്യത്തിൽ കാര്യങ്ങൾ ക്ലിയറാണ്. ഞാൻ അങ്ങേരോട് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചാൽ മതി, എല്ലാ കാര്യങ്ങളും ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് നടക്കും. അമ്മേ, ഞാൻ പറയട്ടെ? അമ്മ റെഡിയാണോ? യോ, എനിക്ക് പേടിയാ. പേടിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല അമ്മേ. ഞാൻ എന്തായാലും അങ്ങനോട് ജസ്റ്റ് പറയാം. അമ്മയ്ക്ക് ചെറിയൊരു താല്പര്യമുണ്ടെന്ന്. വേണ്ട മോളെ, റിസ്ക്കാ. ഒരു റിസ്ക്കും ഇല്ല. റിസ്ക് ഉണ്ടെങ്കിലും അത് ഞാൻ മാനേജ് ചെയ്യാമേ. വേണ്ടാടി, അത് പ്രശ്നമാകും. ഇല്ലമ്മേ, ഒരു വട്ടം ഞാൻ ഒന്ന് പറഞ്ഞു നോക്കട്ടെ. ഈ റിസ്ക് ഞാൻ ഏറ്റെടുക്കാം. അമ്മ ഇതിലൊന്നും പറയണ്ട എന്ന് പറഞ്ഞ് അവൾ എൻ്റെ വായടപ്പിച്ചു. എനിക്ക് ടെൻഷനും വിഷമമായിരുന്നു. എന്നാലും എന്തോ രസം പോലെ മനസ്സിനുള്ളിലുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ മരുമകളുണ്ടല്ലോ. പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും മോൻ വലുത് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നടക്കുമെന്ന് അറിയില്ലല്ലോ. അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, തൽക്കാലം മോനൊന്നും അറിയണ്ട. മോൻ്റെ രഹസ്യം നമുക്ക് നമ്മുടെ രഹസ്യം അമ്മ ഞാൻ അറേഞ്ച് ചെയ്യാമെന്ന്. എനിക്ക് പേടിയാടി. വേണ്ട വേണ്ടെന്ന് ഒത്തിരി പറഞ്ഞു. പക്ഷേ അവൾ 2 ആഴ്ച കൊണ്ട് ഫിക്സ് ചെയ്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഒരു ദിവസം ഒറ്റൊരു വട്ടം മാത്രം അമ്മ പഴയ കാലം ഒന്ന് മറക്ക്. അത് കഴിഞ്ഞിട്ടും അമ്മ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഈ പദ്ധതി നിർത്താം. അങ്ങേർക്കും ഇഷ്ടമുണ്ട്. അമ്മയ്ക്കും എവിടേക്കോ പഴയ ജീവിതത്തിൽ നിന്ന് ഒരു പുതുക്കം വേണ്ടേ, അതിനാണെന്ന് പറഞ്ഞു. എന്നാലും എൻ്റെ മോനോട് ഇല്ലേടി എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, പുള്ളിതേ അടുത്ത ആഴ്ച 2 ദിവസത്തെ ട്രെയിനിങ്ങിന് വേണ്ടി കാലിക്കട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് ഓക്കെ അമ്മയെന്ന്. എനിക്കാണെങ്കിൽ ഹൃദയം പെരുമ്പറ കൂട്ടാൻ തുടങ്ങി. അവൾ പറഞ്ഞു, അമ്മ ഒന്നും തിരിച്ചു പറയണ്ട. ഇത് അറേഞ്ച് ചെയ്യുന്നത് ഞാനാണ്. സംവിധാനം, കഥ, തിരക്കഥ എല്ലാം ഞാനാണ്. അമ്മ മിണ്ടരുതെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞത് ഞാൻ അനുസരിച്ചു. എൻ്റെ ഹൃദയം അയാൾ വന്നപ്പോൾ പെരുമ്പറ കൊട്ടുകയായിരുന്നു. എൻ്റെ പേടി മനസ്സിലാക്കിയിട്ടാകാം പുള്ളി എന്നെ സാന്ത്വനിപ്പിച്ചു. എനിക്ക് പണ്ട് തൊട്ടേ ഇഷ്ടമുണ്ട്. നിങ്ങൾ പക്ഷേ അധികാരോട് സംസാരിക്കില്ലല്ലോ, സഹകരിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. എന്തായാലും എനിക്ക് ഒന്നും തുടക്കം കുറിക്കേണ്ടി വന്നില്ല. അങ്ങേർ എക്സ്പീരിയൻസ് കൊണ്ട് തുടക്കം കുറിക്കാൻ മിടുക്കനായിരുന്നത് കൊണ്ട് എനിക്ക് വാക്കുകൾ ഒന്നും പുറത്തേക്ക് വന്നില്ല. പുറത്തേക്ക് വരേണ്ട ആവശ്യമില്ലായിരുന്നു. ആക്ഷൻസ് കൂടുതലുള്ളിടത്ത് വാക്കുകൾക്ക് എന്തർത്ഥം. പക്ഷേ അന്നെനിക്ക് മനസ്സിലായി സമയത്തിൻ്റെ വില. 5-10 സെക്കൻഡുകൾ തീരുന്ന സമയമല്ല, മണിക്കൂറുകളുടെ സമയമെന്ന് അന്ന് മനസ്സിലായി. മാഡം, സത്യം ഞാൻ പറയുകയാണ്. ഭർത്താവിൻ്റെ കൂടെ ഇത്രയും കൊല്ലം ജീവിച്ചിട്ടും എനിക്ക് ഒരു പുതുമ, ഒരു മറുകര ഞാൻ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് എനിക്ക് അതൊക്കെ മനസ്സിലായത്. എന്നെ അക്കരെ എത്തിക്കാൻ ശരിക്കും 25 മിനിറ്റെങ്കിലും വേണമെന്ന് എനിക്ക് സ്വയം തിരിച്ചറിവായി. ഒരിക്കൽ പോലും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അതോടുകൂടി അടിമുടി ഞാൻ മാറി മറിയുകയായിരുന്നു. മകൻ ഒന്നും അറിയാതെയാണ് ഇതെല്ലാം നടന്നെന്ന് ഞാൻ വിശ്വസിച്ചു, മരുമകളുടെ സപ്പോർട്ടിൽ. പക്ഷേ മനഃപൂർവ്വം അവൻ 2 ദിവസത്തേക്ക് മാറി നിന്നതാണെന്ന് അവൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അവൻ്റെ മുന്നിൽ വെച്ച് അവൾ തുറന്നു പറഞ്ഞു, അമ്മ കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവ് ആകട്ടെ എന്ന്. മകന് ഒരു പ്രശ്നവുമില്ല. മരുമകൾ പറയുന്ന പോലെ തന്നെയാണ്. അമ്മയുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ മുന്നോട്ട് പോകും അമ്മേ. അവൾ പറഞ്ഞ പോലെ കേട്ടാൽ മതി. ഈ വിഷയം നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല. എങ്കിലും ഞാനൊരു കാര്യം പറയാം. പണ്ട് ഇവൾ പറഞ്ഞ കഥയില്ലേ, എൻ്റെ ഒരു ഫ്രണ്ട് വന്ന് ഇവിടെ നിന്നൊരു സാധനം ആവശ്യപ്പെട്ടു, ഞാൻ എടുത്തോണ്ട് പോയെന്ന്. അതിനെന്താടാ? അവന് കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ഉണ്ട്. എങ്കിലും അവനെ ഞാൻ ഇങ്ങോട്ട് വിളിക്കുകയാണ്. എന്തായാലും അമ്മയ്ക്ക് പല പല കാര്യങ്ങളിലും പുതുമ തേടുമ്പോൾ ഇനി അവന് വരട്ടെ. അവൻ്റെയും ആഗ്രഹം തീരാതെ അവനിങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ എന്ന് പറഞ്ഞു. മരുമകൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ അമ്മ റെഡിയാണ് എന്ന് പറഞ്ഞ് അവൾ തിരിച്ചു പറയാൻ എന്നെ സമ്മതിച്ചില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കൂടി വല്ലാത്ത അവസ്ഥയിലാണ്. അവൾ പറയുന്ന ദിവസങ്ങളൊക്കെ ഇപ്പോൾ നന്ദൻ പറയാറുണ്ട്. മറ്റു ചെക്കൻ ഗൾഫിലാണ്. അവനിപ്പോൾ അടുത്ത മാസം ലീവിന് വരും. അവനും ഇതൊക്കെ അറിഞ്ഞ് വളരെ സന്തോഷമാണ്. അടുത്ത മാസം അവൻ വരും. അമ്മ റെഡിയായിരുന്നു എന്നാണ് മരുമകൾ പറഞ്ഞത്. മകൻ പിന്നെ ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ലെങ്കിലും ഇവരുടെ 2 പേരുടെ ആറ്റിറ്റ്യൂഡ് എന്നെ നന്നാക്കാനാണോ അതോ വല്ല കുരിക്കലുമാണോ ഞാനിനി എങ്ങനെയാവുന്നോ എനിക്കറിയില്ല. ശരിക്കും ഇവർ ചെയ്യുന്നത് നല്ലതാണോ, ഞാൻ അവരോട് പോകുന്നത് നല്ലതാണോ മാഡം? എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. മോഹങ്ങളുണ്ട്, കാര്യങ്ങൾ നടക്കുന്നുമുണ്ട്. ഞാൻ ശരിയായ ട്രാക്കിലാണോ എന്ന് എനിക്കറിയില്ല. മാഡത്തിൻ്റെ അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായം എന്ന് പറയുമ്പോഴേക്കും മകനും മരുമകളും തമ്മിൽ വിചിത്രമായ എന്തോ കരാർ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഉള്ളിൽ വേറെന്തൊക്കെയോ കണക്കുകൂട്ടലുകളും പ്ലാനുകളുമുണ്ട്. അതനുസരിച്ചിട്ടാണ് അവർ നീങ്ങുന്നത്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ വേറെന്തെങ്കിലും കാര്യങ്ങൾ
ലക്ഷ്യം വെക്കുന്നുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും സൂക്ഷിച്ചു പോകേണ്ട ഒരു സിറ്റുവേഷനാണ്. കാര്യം അവർ പറഞ്ഞ പോലെ എല്ലാത്തിലും എടുത്ത് ചാടണമെന്ന് എനിക്കറിയില്ല. ഇനി അമ്മയെ വേറെ ഏതെങ്കിലും രീതിയിൽ വഴിതിരിച്ച് വിട്ട് അവർക്കും വേറെ എന്തെങ്കിലും കാര്യങ്ങളിലേക്കൊക്കെ പോകാനാണോ എന്നൊരു സംശയം തോന്നുന്നു. സൂക്ഷിക്കാമെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഒന്നും പിടി കിട്ടുന്നില്ല, എനിക്ക് പിടി കിട്ടുന്നില്ല എന്താ അതിൻ്റെ കാര്യം കേട്ടോ.